നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏത് ഗൾഫ് രാജ്യത്താണോ താമസിക്കുന്നത് അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പ്രവാസികൾ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾ നിങ്ങൾ നേരിടേണ്ടതായി വരും. അതിലും എത്രയോ ഭേദമാണ് ഇവർ പിന്തുടരുന്ന നിയമങ്ങൾ പാലിക്കുക എന്നത്. UAE-യിൽ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചതിന് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ വിദേശികൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഇന്നലെ മുസഫ ഷാബിയ 12 നടന്ന പരിശോധനയിൽ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. താമസ സ്ഥലങ്ങൾക്ക് സമീപം തുറസായ സ്ഥലങ്ങളിൽ ഇവർ മദ്യപിച്ചതിനാണ് പിടികൂടിയത്. ഇത്തരം പ്രവണതകൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ലേബർ ക്യാമ്പ്, ബാച്ചിലേഴ്സ് താമസ കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തുക. പ്രതികളെ പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. കോടതി വിധി അനുസരിച്ച് തടവോ പിഴയോ രണ്ടും ചേർത്തോ ഇവർക്ക് ശിക്ഷ ലഭിക്കും. വ്യക്തിഗത ആവശ്യത്തിന് മദ്യം വാങ്ങാൻ മുസ്ലിം അല്ലാത്തവർക്ക് UAE-യിൽ അനുമതിയുണ്ട്. താമസ സ്ഥലത്തോ അംഗീകൃത ഹോട്ടലിലോ ടൂറിസം കേന്ദ്രങ്ങളിലോ ഇവർക്ക് മദ്യപിക്കാം. തുറസായ സ്ഥലങ്ങളിൽ മദ്യപിക്കരുത് എന്നാണ് നിയമം. വ്യക്തികൾ മദ്യം വിൽക്കുന്നതും ശേഖരിക്കുന്നതും നിയമലംഘനമാണ്. മദ്യപിച്ച വാഹനം ഓടിച്ചാൽ തടവിന് പുറമെ 50,000 ദിർഹം, അതായത് 11.31 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. ചില കേസുകളിൽ നാടുകടത്തലും ഉണ്ടാകും. ഷാർജ എമിറേറ്റിൽ മദ്യം വാങ്ങാനോ വിൽക്കാനോ ഉപയോഗിക്കാനോ പാടില്ലെന്നതാണ് നിയമം. അതേസമയം മദ്യ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ UAE കഴിഞ്ഞ വർഷം ഭേദഗതി ചെയ്തിരുന്നു. പൊതുസ്ഥലങ്ങളിലും ലൈസൻസ് ഇല്ലാതെ സ്ഥലങ്ങളിലും മദ്യം ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്നതടക്കമുള്ള ഭേദഗതികളാണ് കൊണ്ടുവന്നത്. 21 വയസ്സിൽ താഴെയുള്ള വ്യക്തിക്ക് മദ്യം വിൽപ്പന നടത്തുന്നതും മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്നതും പുതിയ നിയമപ്രകാരം കുറ്റകരമാണ്. UAE-യുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കൊണ്ടുവന്ന നിയമ ഭേദഗതിയുടെ ഭാഗമായാണ് മദ്യ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങളിൽ മാറ്റം വരുത്തിയത്. ഭാവിയിലേക്ക് രാജ്യത്തെ സജ്ജമാക്കുന്നതിനുള്ള പരിഷ്കാരങ്ങളാണ് 50ാം വാർഷികത്തോടനുബന്ധിച്ച് UAE നടപ്പാക്കിയത്. 40ഓളം നിയമങ്ങളിൽ മാറ്റം വരുത്തിയതുകൊണ്ട് അരനൂറ്റാണ്ടുകാലത്തെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമപരിഷ്കാരമാണ് ഇതോടെ നടപ്പായത്. പ്രാദേശിക തലത്തിലും ഫെഡറൽ തലത്തിലുമുള്ള സഹകരണത്തോടെ നിയമപരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണ് രാജ്യം. ഫെഡറൽ പ്രാദേശിക തലങ്ങളിലെ 50 ഭരണ സംവിധാനങ്ങളിൽ നിന്നുള്ള 540 വിദഗ്ധർ 5 മാസം നീണ്ട പരിശ്രമങ്ങളിലൂടെയാണ് നിയമ ഭേദഗതികൾ തയ്യാറാക്കിയത്. 100-ലധികം സ്വകാര്യ സ്ഥാപനങ്ങളുമായും നിയമ ഭേദഗതി സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.